ജനാധിപത്യം സിന്ദാബാദ്. എന്താണ് ഒരു ജനാധിപത്യത്തെ ശരിക്കും ഒരു ജനാധിപത്യമാക്കുന്നത്? അതിനെ ഇത്ര ശക്തമാക്കുന്നതെന്താണ്? ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ സിമ്പിളാണ് അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തെ താങ്ങി നിർത്തുന്ന ആ അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഒരു ജനാധിപത്യത്തിൽ എല്ലാ അധികാരവും എവിടെ നിന്നാണ് വരുന്നത്? അതിന്റെ യഥാർത്ഥ ഉറവിടം ആരാണ്? അത് നമ്മളാണ്, ജനങ്ങൾ തന്നെ. ഇതൊരു വെറും മുദ്രാവാക്യമല്ല കേട്ടോ, ഇതാണ് സത്യം. ഇതാണ് ഒരു ജനാധിപത്യത്തിന്റെ അടിത്തറ. ഭരണമെന്ന് പറയുന്നത് മുകളിൽ നിന്ന് ആരും നമുക്ക് വെറുതെ തരുന്ന ഒന്നല്ല. അല്ല, പകരം നമ്മൾ, അതായത് ജനങ്ങൾ, നമ്മുടെ അധികാരം കുറച്ചു കാലത്തേക്ക് ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതാണ്. അപ്പൊ എല്ലാ പവറും തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്, അത് അവസാനിക്കുന്നതും നമ്മളിൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? കോടിക്കണക്കിന് ആളുകളുടെ ഈ ശക്തിയെ, ഈ അധികാരത്തെ എങ്ങനെയാണ് ഒരുമിച്ച് ഒരു സിസ്റ്റം പോലെ പ്രവർത്തിപ്പിക്കുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് സ്ഥാപനങ്ങൾ. ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഇത് വെറുമൊരു ഡയഗ്രമല്ല. ഒരു ജനാധിപത്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റാണിത്. കണ്ടില്ലേ? ജനങ്ങളിൽ നിന്ന് അധികാരം തുടങ്ങുന്നു, അത് സ്ഥാപനങ്ങളിലൂടെ ഒഴുകി ഒടുവിൽ അധികാരികളിലേക്കെത്തുന്നു. ആ ഒരു ഫ്ലോ ഇതിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. അപ്പോ എന്താണ് ഈ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? സിമ്പിളാണ്. നമ്മുടെ കോടതികൾ, സർക്കാർ, പോലീസ്, ഇതൊക്കെയാണ് നമ്മൾ സ്ഥാപനങ്ങളെന്ന് വിളിക്കുന്നത്. ഇവയുടെ പ്രധാന ജോലി നമ്മളെ അടക്കി ഭരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ എല്ലാവരുടെയും ആ പൊതുവായ ശക്തിയില്ലേ, അതിനെ ഒരു സിസ്റ്റത്തിലൂടെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി ഉപയോഗിക്കുക എന്നതാണ്. പക്ഷേ ഈ സ്ഥാപനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റോളുണ്ട്. അതൊരു ഫയർവാൾ പോലെയാണ്. എന്തിൽ നിന്നുള്ള ഫയർവാൾ? അധികാരത്തിലിരിക്കുന്നവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളിൽ നിന്നും ചിലപ്പോൾ ജനക്കൂട്ടത്തിന്റെ സമ്മർദ്ദങ്ങളിൽ നിന്നുമൊക്കെ ആ സിസ്റ്റത്തെ സംരക്ഷിക്കുന്ന ഒരു മതിൽ. അതായത് ഈ സ്ഥാപനങ്ങൾ അധികാരത്തെ വെറുതെ സേവിക്കുകയല്ല വേണ്ടത്, അതിനെ നിയന്ത്രിക്കുക കൂടി വേണം. അതാണ് അതിന്റെ ശരിയായ ധർമ്മം. ഓക്കെ, അപ്പൊ നമ്മൾ സ്ഥാപനങ്ങളെപ്പറ്റി പറഞ്ഞു. ഇനി അതിനകത്തിരിക്കുന്ന ആളുകളെപ്പറ്റി സംസാരിക്കാം. അതായത് അധികാരികൾ. എന്തായിരിക്കണം അവരുടെ ശരിക്കുമുള്ള റോള്? അധികാരം കയ്യിൽ കിട്ടുമ്പോൾ അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത്? ഈയൊരാശയം നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഒന്നാമത്തെ കാര്യം, ജനങ്ങളാണ് എല്ലാത്തിന്റെയും ഉറവിടം. നമ്മുടെ അനുവാദമില്ലാതെ ഒരു ഭരണകൂടവുമില്ല. ഇനി രണ്ടാമത്തേത്, ഈ ജനങ്ങളുടെ ശക്തിയെ ഒരു സിസ്റ്റമാക്കാനാണ് നമ്മൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, ആ സിസ്റ്റത്തിലിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കിട്ടുന്ന അധികാരമെന്നത് ഒരു പദവിയല്ല, അത് നമ്മൾ കൊടുത്ത ഒരു വലിയ ഉത്തരവാദിത്തം മാത്രമാണ്. ഇതാണ് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധികാരം എന്നത് ആരുടെയും സ്വകാര്യ സ്വത്തല്ല, അത് കൈവശം വയ്ക്കാനുള്ള ഒരു ഉടമസ്ഥാവകാശമല്ല, അതൊരു വിശ്വാസമാണ്. നമ്മൾ ഒരു കടമ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചൊരു വിശ്വാസം. അതുകൊണ്ട് അത് ആധിപത്യം സ്ഥാപിക്കാനല്ല, ആ കടമ നിറവേറ്റാനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോ ഈ മൂന്ന് കാര്യങ്ങളും, ജനങ്ങളും സ്ഥാപനങ്ങളും അധികാരവും, എങ്ങനെയാണ് ഒരുമിച്ച് കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നത്? അതിനൊരു ബാലൻസ് വേണം, അല്ലേ? ആ സന്തുലിതാവസ്ഥയെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ശരിക്കും ഇതൊരു 3 സ്റ്റെപ്പുകളുള്ള ഒരു പ്രോസസ്സാണ്. സ്റ്റെപ്പ് 1, ജനങ്ങളായ നമ്മൾ വോട്ട് ചെയ്ത് ഈ സിസ്റ്റത്തിനൊരു അംഗീകാരം കൊടുക്കുന്നു. സ്റ്റെപ്പ് 2, സ്ഥാപനങ്ങൾ നിയമമനുസരിച്ച് പ്രവർത്തിച്ച് ആ സിസ്റ്റത്തിന് ഒരു സ്ഥിരത കൊടുക്കുന്നു. സ്റ്റെപ്പ് 3, അധികാരികൾ ആ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുന്നു. കണ്ടില്ലേ, എല്ലാം കണക്റ്റഡാണ്. ഓക്കെ, ഇത്രയും വലിയൊരു സിസ്റ്റമൊക്കെ എന്തിനാണ്? ഇതിന്റെയൊക്കെ അവസാനം നമുക്ക്, അതായത് ജനങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത്? ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മൾ കൊടുക്കുന്ന വിഭവങ്ങൾ, അതായത് നമ്മുടെ ടാക്സ് പണം, തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തണം. എങ്ങനെ? നീതിയായി, നല്ല ആരോഗ്യ സംവിധാനങ്ങളായി, വിദ്യാഭ്യാസമായി, ഭക്ഷണമായി, പാർപ്പിടമായി, അങ്ങനെ. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വൺ വേ റോഡല്ല, അതൊരു കൊടുക്കൽ വാങ്ങലാണ്. പക്ഷേ ഈ ബാലൻസ് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുമോ? ഇല്ല. ഇതെപ്പോഴാണ് തകരാൻ തുടങ്ങുന്നത്? ഒരു ജനാധിപത്യം അപകടത്തിലാണെന്ന് കാണിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഈ പരാജയം 2 രീതിയിൽ സംഭവിക്കാം. 1, മുകളിൽ നിന്ന് താഴോട്ട്. അതെപ്പോഴാണ്? അധികാരികൾ ഇത് തങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് മറന്ന് തങ്ങളാണിതിന്റെ എല്ലാം ഉടമകൾ എന്ന് ചിന്തിക്കുമ്പോൾ. അപ്പൊ സിസ്റ്റം വഴിതെറ്റും. ഇനി രണ്ടാമത്തേത്, താഴെ നിന്ന് മുകളിലോട്ട്. അതെങ്ങനെയാ? ജനങ്ങൾ കോടതിയിലും നിയമത്തിലുമൊക്കെയുള്ള വിശ്വാസം കളഞ്ഞ് ന്യായാധിപന്റെ പണി സ്വയം ഏറ്റെടുക്കുമ്പോൾ.
അപ്പോ സിസ്റ്റം ആകെ തകരും. ഈ രണ്ട് രീതിയിലും ജനാധിപത്യത്തിന്റെ ബാലൻസ് പോകും. അതുകൊണ്ട് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം കാതലെന്താണ്? ശരിക്കും ജനാധിപത്യമെന്ന് പറയുന്നത് വളരെ ലളിതമായൊരാശയമാണ്. ആ ബാലൻസ് നിലനിർത്തുക, സിസ്റ്റം സത്യസന്ധമായിരിക്കണമെന്നുറപ്പുവരുത്തുക, പിന്നെ എല്ലാത്തിലും വലുത് ജനങ്ങളാണെന്ന് എപ്പോഴും ഓർക്കുക. അപ്പോ നമുക്ക് ഒന്നുകൂടി ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ശക്തിയുടെ ഉറവിടം ജനങ്ങളാണ്. ആ ശക്തിയെ നടപ്പിലാക്കാനുള്ള സിസ്റ്റമാണ് സ്ഥാപനങ്ങൾ. അധികാരമെന്നത് ഒരു ഉത്തരവാദിത്തം മാത്രമാണ്, ഒരിക്കലും അതൊരു ഉടമസ്ഥാവകാശമല്ല. ഈ ഒരു കാര്യം നമ്മൾ ഓർക്കുന്നിടത്തോളം കാലം ജനാധിപത്യവും നിലനിൽക്കും.